ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 32-ാമത്തെ വാക്യം. ദാവീദ് ജസ്സയുടെയും, ജസ്സെ ഓബദിൻ്റെയും, ഓബദ് ബോവാസിൻ്റെയും, ബോവാസ് സാലായുടെയും, സാല നഹശോൻ്റെയും പുത്രൻ. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ പേർ ഉൾപ്പെട്ടിരിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു വാക്യം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലും യേശുവിൻ്റെ വംശാവലി വായിക്കുമ്പോൾ ദാവീദിൻ്റെ പേർ നമുക്ക് കാണാം. എന്നാൽ ഇന്നും ഇസ്രായേൽ ജനതയുടെ ഒരു ആദർശ പുരുഷനായി തുടരുന്ന ദാവീദ് രാജാവിനെ പറ്റി പുതിയ നിയമത്തിൽ മാത്രം എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമോ? ഏകദേശം 60ഓളം തവണ ദാവീദ് രാജാവിൻ്റെ പേർ പുതിയ നിയമത്തിൽ മാത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന് മുൻപ് 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യൂദ ഗോത്രത്തിലെ ജസ്സയുടെ പുത്രൻ, നിരവധി സങ്കീർത്തനങ്ങളുടെ രചയിതാവായ, ആട്ടിടയനായി ബാല്യം നയിച്ച ഒരു യുവാവ്. നമ്മുടെ ഏതൊരു ചെറുപ്പക്കാരനും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും മാതൃകയാക്കാവുന്ന ദാവീദ് എന്ന ആ ആട്ടിടയൻ്റെ ജീവിതം. ബെത്ലഹേമിൽ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയിച്ചു തുടങ്ങിയ തൻ്റെ ജീവിതം, ആ ആടുകളെ മേയ്ക്കുമ്പോൾ മനോഹരമായ സങ്കീർത്തനങ്ങൾ ദൈവത്തിനായി പാടിയ ഒരു ആട്ടിടയൻ. ദൈവത്തിന് ആ ബാലൻ അർപ്പിച്ച സ്തുതികളും ആരാധനയും കാണുന്ന ദൈവം തൻ്റെ പിതാവായ ജസ്സയുടെ അടുക്കിലേക്ക് സാമുവേൽ എന്ന പ്രവാചകനെ അയപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ മഹത്വാനായ ദൈവം, ജസ്സയുടെ ഒരു മകനെ ശൗൽ എന്ന ഇസ്രായേൽ ജനതയുടെ ആദ്യ രാജാവിന് പകരം ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, നീ ബെത്ലഹേമിൽ പോകുക എന്ന് കൽപ്പിച്ചയക്കുന്ന ദൈവം. സമൂവേൽ ജസ്സയുടെ ഓരോ പുത്രന്മാരെയും കാണുമ്പോൾ ദൈവം അവനോട് പറയുന്നു, മനുഷ്യൻ കാണുന്നതല്ല ഞാൻ കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ ഞാനോ ഹൃദയഭാവത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു എന്ന് സമൂവേലിനോട് പറയുന്ന ദൈവം. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും, നമ്മുടെ യുവാക്കളും യുവതികളും, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയട്ടെ, നമ്മുടെ ആകാര ഭംഗിയല്ല, നമ്മുടെ സൗന്ദര്യത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യത്തിലാണ് ദൈവം പ്രീതിപ്പെടുന്നത് എന്നുള്ള ആ ഒരു നല്ല കാര്യം. അവനിലുള്ള നമ്മുടെ സ്നേഹം, ഭക്തി, അവനിലുള്ള നമ്മുടെ ആശ്രയം, അവന് നമ്മൾ അർപ്പിക്കുന്ന സ്തുതികളും സ്തോത്രവും ആരാധനയും ആ ദാവീദ് എന്ന ആടുകളെ മേയ്ക്കുന്ന പയ്യൻ്റെ ഹൃദയത്തിൽ നിന്നും വന്ന സങ്കീർത്തനങ്ങളെപ്പോലെ ദൈവത്തെ പാടിപ്പോഴ്ത്തുന്നവരാകട്ടെ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും, നമ്മുടെ ഓരോ ചെറുപ്പക്കാരും, ദൈവത്തിൻ്റെ പൈതങ്ങളായ നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.